വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകിൻ്റെ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ മാസത്തോടുകൂടി ഉപ്പും മുളകും തൻ്റെ 8 സക്സസ്ഫുൾ ഇയേഴ്സ് പിന്നിടുകയാണ്. കേരള സിറ്റ്കോം ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പരിപാടി ഇത്രത്തോളം സക്സസ്ഫുള്ളായിട്ട് കോൺസ്റ്റൻ്റായിട്ട് പ്രേക്ഷകരുടെ അത്രത്തോളം ഇഷ്ടത്തോടു കൂടി 8 ഇയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലെന്താണ് ഇത്രത്തോളം സ്പെഷ്യൽ എന്ന് വെച്ചാൽ ആദ്യ ദിവസം മുതൽ ഈ 8 വർഷം കഴിഞ്ഞ് ഇന്നത് വരെ ഉപ്പുമുളകും കണ്ടിന്യൂസ് ആയിട്ട് പ്രേക്ഷകരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളൊരു പരിപാടി തന്നെയാണ്. അതൊരു ചെറിയൊരു അച്ചീവ്മെൻ്റ് ഒന്നുമല്ല. അത് തീർച്ചയായും ഉപ്പുമുളകും ടീമിനും ആർട്ടിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. നമുക്കറിയാം 2016 ജാനുവരിയിലാണ് ആദ്യമായിട്ട് ഉപ്പുമുളകും സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടക്കത്തെ കുറച്ച് എപ്പിസോഡുകളൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു എക്സ്പീരിയൻസ് കുറവ് കൊണ്ട് കുറച്ച് ഡ്രമാറ്റിക്കായിട്ട് ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു 10-15 എപ്പിസോഡൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എപ്പിസോഡ് വേറെ ലെവലായി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ തൊട്ട് തന്നെ പ്രേക്ഷകർ ഇങ്ങനത്തെ ഒരു പരിപാടി അതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും അത് ഇരുകൈ നീട്ടി സ്വീകരിക്കുക തന്നെ ചെയ്തു. ഫ്ലവേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിപാടി വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിന് സീസൺ 1 അത്രത്തോളം ഹിറ്റായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് നീലു ഡയറക്ടറുടെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് ആ ഒരു ഡയറക്ടറെ മാറ്റി പുതിയൊരു ഡയറക്ടറെ കൊണ്ടുവന്ന് വീണ്ടും സക്സസ്ഫുള്ളായിട്ട് തന്നെയാണ് ഇപ്പോൾ മുളകും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ സീസൺ 1 മാത്രം 1300ഓളം എപ്പിസോഡുകൾ വന്നിട്ടുണ്ടായിരുന്നു. 1300ഓളം എപ്പിസോഡുകളും പ്രേക്ഷകർ അത്രത്തോളം റിപ്പീറ്റഡ് വാല്യൂ ഉള്ള എപ്പിസോഡുകൾ തന്നെയായിരുന്നു. പക്ഷേ ഒരു 1000 എപ്പിസോഡ് പിന്നിട്ട് ഇപ്പോൾ തന്നെ ലച്ചുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ലച്ചു എന്നൊരു ക്യാരക്ടർ ഉപ്പുമുളകിൽ നിന്ന് ഇല്ലാതെയായി. അതിന് ബാക്കിയുള്ളവരെ വെച്ച് കുറച്ച് നാൾ പോയിക്കൊണ്ടിരുന്നിട്ട് വീണ്ടും ഉപ്പുമുളകും സ്റ്റോപ്പ് ചെയ്ത് വെച്ച് കുറച്ച് കാലത്തേക്ക് വീണ്ടും സീസൺ 2 എന്ന രീതിക്ക് ഉപ്പുമുളകും റീസ്റ്റാർട്ട് ചെയ്തു. അതും പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നതിന് ചെയ്തു. കാരണം അങ്ങനത്തെ ഒരു സീസൺ 2 അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം തന്നെ കുറേ പേര് കാത്തിട്ടുണ്ടായിരുന്നായിരുന്നു. അങ്ങനെ സീസൺ 2 വന്നിട്ടും ആ ഒരു സക്സസ്ഫുൾ റേഷ്യോക്ക് യാതൊരു കുറവും തന്നെ വന്നില്ല. അതേ മീറ്ററിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. സീസൺ 2 ആരംഭിച്ചപ്പോൾ ലച്ചു ഉപ്പുമുളകിനോട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റോറിയിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അല്ലെ പീസ്ഫുള്ളായിട്ട് 150ഓളം എപ്പിസോഡുകൾ പോയി. പിന്നീട് അങ്ങോട്ട് കുറച്ച് ട്രാക്ക് മാറി വേറൊരു ജോണറൊക്കെ ഉപ്പുമുളകും ടീം പരീക്ഷിച്ച് നോക്കി. അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉപ്പുമുളകും ടീം നേരിട്ടിട്ടുണ്ടായിരുന്നു. എന്തിനേറെ മുടിയും പോലെ ഇപ്പോൾ ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം ആ ഒരു സീരിയൽ എന്നൊരു ട്രാക്ക് പ്രേക്ഷകർക്ക് പോലും അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിൽ നിന്ന് മാറി വീണ്ടും ഉപ്പുമുളകും പഴയ ആ ഒരു സിറ്റ്കോം ട്രാക്കിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോഴത്തെ കറക്റ്റ് സക്സസ്ഫുള്ളായിട്ട് വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഉപ്പുമുളകും. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഡയറക്ടർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഉണ്ണികൃഷ്ണനായിരുന്നു ഡയറക്ടർ. ഇപ്പോൾ മാറി ഇപ്പോൾ രാജേഷ് തലച്ചേറ് ഡയറക്ടറായിട്ട് പുതിയ ഡയറക്ടറായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും 10 വർഷത്തോളം കോൺട്രാക്റ്റ് ഇട്ടിരിക്കുകയാണ് എന്ന രീതിക്കാണ് ബാലു ഒരു പ്രസ് മീറ്റിൽ ഒന്ന് പറഞ്ഞത്. അപ്പോൾ ഉപ്പുമുളകും എന്തായാലും ഇപ്പോഴൊന്നും അവസാനിക്കാൻ ഇനി യാതൊരു ചാൻസും തന്നെയില്ല. ഇനിയും സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു 8 ഗോൾഡൻ ഇയേഴ്സ് ഉപ്പുമുളകും പാസ് ചെയ്തിരിക്കുകയാണ്. അതൊരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഇപ്പോഴും പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് ഉപ്പുമുളകും പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ക്യാരക്ടർക്കും ഈക്വൽ ആയിട്ടുള്ള ഫാൻ ബേസ് ഇപ്പോഴും ഉപ്പുമുളകിലുണ്ട്. എന്തിനേറെ മാറി നിൽക്കുന്ന മുടിയൻ്റെ ഒരു റീ എൻട്രിക്ക് പോലും കാത്തു നിൽക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഏതായാലും ഇതുവരെ ഉപ്പുമുളകും ഭയങ്കര സക്സസ്ഫുള്ളായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഉപ്പുമുളകിൻ്റെ വേറൊരു ഫേസ് ഉപ്പുമുളകും ഫാൻസുകാർ ആഗ്രഹിക്കുന്നത് കാണാനായിട്ട്. അതായത് കുറച്ച് ക്യാരക്ടറുടെ റീ എൻട്രികളും കുറച്ച് അപ്ഡേഷൻസൊക്കെ ഉപ്പുമുളകിൽ നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മുടിയൻ, സിദ്ധു എന്നീ ക്യാരക്ടറുകളുടെയൊക്കെ ഒരു റീ എൻട്രി ഉപ്പുമുളകിൽ എല്ലാവരും ഒരുപോലെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അതൊക്കെ എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഏതായാലും ഇതൊരു ചരിത്ര നേട്ടം തന്നെയാണ് ഉപ്പുമുളകും ടീമിനും പ്രേക്ഷകർക്ക് എല്ലാവർക്കും. ഇനി അങ്ങോട്ടും ഇതേപോലെ സക്സസ്ഫുള്ളായിട്ട് പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇന്നത്തെ വീഡിയോ ഇതിനു വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ് 8 ഗോൾഡൻ ഇയേഴ്സ് ഓഫ് ഉപ്പുമുളകും എന്നൊരു. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.